അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 126 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. وَإِذْ يَرْفَعُ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ ഒന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടാതെ നോക്കുക. വ ഇദ് ദാല് കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. വ ഇത് യർഫഉ എന്ന് ഉച്ചരിക്കരുത്. വ ഇദ് യർഫഉ റോയിനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൽക്കല ലെറ്റർ അല്ലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫ മഖ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും താഴെ ചുണ്ടിൻ്റെ ഉൾവശത്തെ നനഞ്ഞ ഭാഗവും ചേർന്നിട്ടാണ് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. വ ഇദ് യർഫഉ എന്നായി പോവരുത്. വ ഇദ് യർഫഉ ഇബ്രാഹീം ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കട്ടെ. ഇബ്രാഹീം റോ ഫതഹ വന്നു, അതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുന്നു. പിന്നെ അലിഫ് സൊയറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹാഇൻ്റെ കൂടെ യാ സൊയറയാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് ലാമിനും ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വാവിൻ്റെ കൂടെ അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഖവാഇദ എന്നായി പോവരുത്. ഖവാഇദ മിനൽ ബൈത്ത് ലാമ് കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് അവിടെയും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീനൽ ബൈത്തി വ ഇസ്മായിൽ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. സീന് കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വ ഇസ്മായിലു എന്ന് ഉച്ചരിക്കാതെ വ ഇസ്മായിലു വ ഇസ്മായിലു അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് സൊയറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിനിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വ ഇസ്മായിലു റബ്ബന റോ ഫതഹയാണ്, അതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബാക്കി ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. വ ഇസ്മായിലു റബ്ബന തഖബ്ബൽ മിന്നാ ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, അപ്പോൾ തഫ്ഹീം ചെയ്യുക. ഖാ എന്നുള്ള സൗണ്ട് തന്നെ കൊണ്ടുവരാം കേട്ടോ. കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. തഖബ്ബൽ മിന്നാ ലാമിന് കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തഖബ്ബൽ മിന്നാ എന്ന് ഉച്ചരിക്കരുത്. തഖബ്ബൽ മിന്നാ നൂനിന് ശ്രദ്ധ വന്നു, അക്ഷമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ നന്നായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ ശ്വാസം കിട്ടാതെയൊക്കെ വഖഫ് ചെയ്യുകയാണെങ്കിൽ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. 2 കൗണ്ട് മാത്രം നീട്ടി വഖഫ് ചെയ്യുക. പിന്നെ ചേർത്തി ഓതുമ്പോൾ നൂനിൻ്റെ കൂടെ മദ് വന്നല്ലോ, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. അപ്പോൾ മദ് ജായിസ് മുൻഫസിലാണ്, 2ഓ 4ഓ കൗണ്ട് ചേർത്തി ഓതുമ്പോൾ നീട്ടിക്കൊടുക്കണം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അതുപോലെ നീട്ടി ഓതുക കേട്ടോ. ഇന്നക്ക നൂനിന് ശ്രദ്ധ വന്നു, അക്ഷമല്ല ഒന്നിനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നക അൻത സമീഉൽ അലീം നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ച് വെച്ച് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെക്കണം, വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. മറച്ചു വെക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. അൻത സമീഉൽ അലീം
മീമിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഐനിൻ്റെ മഹ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. സെമീഉന്നായി പോവരുത്. സമീഉൽ അലീം. ലാമ് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا റോ ഫതഹ വന്നതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. റാ എന്നായി പോവരുത്. റബ്ബന ബാക്കി ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിന് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വജഅൽന വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ജീമ് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. വജഅൽന സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. വജഅൽന മുസ്ലിമൈൻ. അതിൻ്റെ സൗണ്ടിനെയും വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മുസ്ലിമൈനി ലക്. സീന് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുസ്ലിമൈനി എന്ന് ഉച്ചരിക്കരുത്. മുസ്ലിമൈനി മഖ്റജിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കുക കേട്ടോ. മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കുക കേട്ടോ. ലക വമിൻ ദുർരിയതിനാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിന് ചുണ്ടിൽ തട്ടാതെ നോക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. റോക്ക് കെസറ വന്നതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ദുർരിയതിനാ. ദുർരിയതിനാന്ന് ഉച്ചരിക്കരുത് കേട്ടോ. ദുർരിയതിനാ മുസ്ലിമ. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2, 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക. ദുർരിയതിനാ ഉമ്മതം മുസ്ലിമ. മീമിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്നനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള മീമാണ് വന്നിട്ടുള്ളത്. തെൻവീനിനുള്ള ന്യൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഓതിക്കൊടുക്കുക. ഉമ്മതം മുസ്ലിമ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും തെൻവീന് ഒരുമിച്ചല്ല നിൽക്കുന്നത്. ഒന്നിൻ്റെ പകുതി വെച്ചിട്ടാണ് ഒന്ന് തുടങ്ങുന്നത്. ഇഖ്ഫായിലും ഇദ്ഗാമിലും ഇതുപോലെയാണ് തെൻവീനുകളെ കാണുന്നത്. മനസ്സിലാക്കുക കേട്ടോ. സീന് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുസ്ലിമത്തൻ ഉച്ചരിക്കരുത്. ഉമ്മതം മുസ്ലിമതൻ ലക്. അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. താക്ക് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ മണിക്കാതെ ഓതിക്കൊടുക്കുക. ഇദ്ഗാം ബിലാഗുന ആയതുകൊണ്ട് മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. മുസ്ലിമതൻ ലക വ അരിനാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. റോ കെസ്റ ആയതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. വ അറിന എന്ന് ഉച്ചരിക്കരുത്. വ അരിന മനാസിക്കനാ. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. മനാസിക്കനാ വതുബ് അലൈനാ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. വതുബ് അലൈനാ. അതിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ ശ്വാസം കിട്ടാതെയൊക്കെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക. ചേർത്തി ഓതുമ്പോൾ അവിടെ മദ് മാറും. മദ് ജായിസ് മുൻഫസിലായി മാറും. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. അപ്പോൾ നമ്മൾ 2, 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യാം. വതുബ് അലൈനാ ഇന്നക
إنك أنت التواب الرحيم. ഇന്നക്ക നൂനിന് ശ്രദ്ധ വന്നു. അക്ഷമൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. അന്ത നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അന്ത തവ്വാബുർ റഹീം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. റോക്ക് ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ മഖ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് ആയി പോവരുത്. ഇന്നക അൻത തവ്വാബുർ റഹീം. അവസാനത്തിൽ മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.